ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഓണമൊക്കെ ആയി വരുമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല ഈ നീളത്തിലുള്ള കഷ്ണമാക്കാത്ത സേമിയ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് എടുത്തു. എന്നിട്ട് ഇത് വറക്കാത്തതായിരുന്നു. അപ്പം നമ്മൾ ഒരു പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സേമിയ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലോ ഫ്ലെയിമിലിട്ട് വേണം, തീ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ലേ. ഇതാ നമ്മുടെ സേമിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എത്ര മതിയേ. അപ്പോൾ നമ്മൾ സേമിയ വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെ കശുവണ്ടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തേലും കശുവണ്ടി വേണോ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതൊന്ന് ചെറിയ തീയിലിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ടേ. നെയ്യ് ഒഴിച്ചിട്ട് അത് നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് വറുത്തുകൊണ്ട് വരാവേ. അപ്പോൾ നമ്മുടെ കശുവണ്ടിയൊക്കെ ഒരു ഗോൾഡൻ ഷേപ്പായി വന്നിട്ടുണ്ട്, കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അതേ നെയ്യിലേക്ക്, ബാക്കിയുള്ള നെയ്യിലേക്ക് തന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കമുന്തിരി നിങ്ങൾക്ക് എന്തേരം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് അളവ് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ഉണക്കമുന്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തുകൊണ്ട് വരാം, വറുത്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. കരിയാതെ ആ ഉണക്കമുന്തിരി നല്ല വീർത്ത് വരണേ. ഉണക്കമുന്തിരിയും നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാ ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടെ നമ്മളൊരു പ്ലേറ്റിലേക്ക് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമ്മൾ 1 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയുള്ള ഒരു ചെരുവത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഈ പാലൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം പാല്. ഇതാ നമ്മൾ പാല് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. നല്ലതുപോലെ തിളച്ച് പാല് വെന്ത് വരണം. അപ്പോൾ നമുക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ ഒരു 10 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്, നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർക്കുക. അപ്പം നമ്മൾ വേണ്ട ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി വേണ്ട ഒരു 7 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തീ കുറച്ചിട്ടിട്ട് ഇളക്കാവേ. ഇതാ അപ്പം നമ്മുടെ പാല് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പായസത്തിൻ്റെ സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സേമിയ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കൈ വിടാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിങ്ങായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കിടക്കാം. എന്നിട്ട് ഈ സേമിയ ഒന്ന് ഒടിക്കാൻ പാകത്തിനൊന്ന് വെന്ത് കിട്ടണേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പച്ച കളറിൽ കിടക്കുന്ന ഏലക്കയാണ്. ഏലക്ക നമ്മൾ കുടിക്കുമ്പം അത് സൂക്ഷിച്ച് മാറ്റിയിട്ട് കുടിച്ചാൽ മതി. അപ്പം നല്ലതുപോലെ പാകത്തിന് വേവായിട്ടുണ്ട് സേമിയ. അപ്പോൾ നമ്മുടെ ഓണ സ്പെഷ്യൽ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.